അങ്ങനെ ഏതായാലും ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു വിജയമെങ്കിലും സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ എതിരാളികൾ എന്നുള്ളത് ചെന്നൈയിൻ FC ആണ്. ഈ വരുന്ന 24-ാം തീയതി രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്വന്തം സ്റ്റേഡിയമായിട്ടുള്ള കരൂലിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം അരങ്ങേറുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹോം മത്സരം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ചെന്നൈയിൻ FC മത്സരത്തിന്റെ ഒരു പ്രീ മാച്ച് ടോക്കാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വീഡിയോകളും അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഏതായാലും തുടരെയുള്ള തോൽവികൾക്ക് ശേഷം എങ്ങനെയെങ്കിലും ആ ഒരു തോൽവിയിൽ നിന്നും കരകയറണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു മത്സരത്തിന് വേണ്ടി അണിനിരക്കുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സന്തോഷിക്കാവുന്ന ഒരു വകയുമുണ്ട്, അതേസമയം സങ്കടപ്പെടുത്തുന്ന ഒരു വകയുമുണ്ട്. കാരണം എന്താണ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ ഈ ഒരു സീസണിൽ അഥവാ മിക്കായൽ സ്റ്റേറ എന്ന പരിശീലകൻ ഈ ഒരു സീസണിലേക്ക് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു നില അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നും തന്നെ ഒരു മാറ്റവും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ അനുയോജ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ യുവതാരങ്ങൾക്കും അവസരം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തെ മാത്രമൊന്നും നമുക്ക് കുറ്റം പറയുവാൻ പറ്റില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കയ്യിൽ നിന്നും ഒരുപാട് ഫൗളുകൾ അഥവാ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. കാരണം ജീക്സൺ സിംഗിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് നൽകിയപ്പോൾ അദ്ദേഹത്തിന് പകരമായി കൊണ്ട് ഒരു താരത്തെ പോലും ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളിലും നമുക്ക് ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇല്ലാത്തതിന്റെ അഭാവവും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും മിക്കായൽ സ്റ്റേറയെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകൻ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരങ്ങളെ 4-3-3 എന്ന ഫോർമേഷനിലും 3-5-2 എന്ന ഫോർമേഷനിലും 4-3-2-1 എന്ന ഫോർമേഷനിലും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് നല്ല രീതിയിൽ സ്റ്റേബിൾ ആവാൻ സാധിച്ചിട്ടില്ല. കുറച്ചെങ്കിലും സ്റ്റേബിൾ ആയിട്ടുണ്ട് എങ്കിൽ 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും. ഏതായാലും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മിക്കായൽ സ്റ്റേറ തീർച്ചയായിട്ടും 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ അണിനിരക്കുക. ബാക്കിയുള്ള ഫോർമേഷനുകളെല്ലാം തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നോഹ സദോ എന്ന ഒരു മൊറോക്കൻ സ്ട്രൈക്കർ പരിക്ക് പറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയ സാഹചര്യത്തിലായിരുന്നു. ഏതായാലും അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും അദ്ദേഹം താരങ്ങളെ അണിനിരക്കാൻ സാധ്യതയുള്ളത്. ഇനി ഏതായാലും അടുത്ത ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അഡ്വാൻറ്റേജ് നൽകുന്ന ആദ്യ കാര്യം എന്നുള്ളത് അത് അവരുടെ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. താരം പരിക്കൊക്കെ മാറിക്കൊണ്ട് വീണ്ടും പരിശീലനം ആരംഭിച്ചു എന്നും അദ്ദേഹം അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കാര്യം സച്ചിൻ സുരേഷ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരെ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി അടുത്തൊരു കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് തുടർ തോൽവികളെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ എല്ലാവരും തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരം തീർച്ചയായിട്ടും കൂടാതെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ മാച്ചുകളാണ്. എല്ലാ മത്സരങ്ങളും വിജയിക്കുക അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിച്ചാൽ മാത്രമായിരിക്കും ഇനി കുറച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC തോൽക്കാൻ ഇടയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുവാൻ പോകുന്നത്. ആദ്യത്തേത് എന്നുള്ളത് ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിൽ സന്ദീപ് സിംഗിനെ റീപ്ലേസ് ചെയ്യും അഥവാ ആ ഒരു പൊസിഷനിൽ മറ്റേതെങ്കിലും താരത്തെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. സന്ദീപ് സിംഗിന്റെ ഓരോ പാസുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ് ആർക്കോ വേണ്ടി അദ്ദേഹം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ മത്സരങ്ങളും അഥവാ ഈ അടുത്തായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഗോൾ വാങ്ങുന്നത് കുറച്ചുകൂടി കുറയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. മിഡ്ഫീൽഡ് റോളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും അഥവാ സെൻട്രലിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു അറ്റാക്കിംഗ് പോലും ഒരു മത്സരത്തിലും നടക്കാറ് കൂടിയില്ല. ഇനി ആദ്യ ലെവലിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ തീർച്ചയായിട്ടും കോറോ സിംഗിനെ കൂടി ഉപയോഗിക്കണം അഥവാ ആ ഒരു താരത്തെ കൂടി ആദ്യ ലെവലിൽ അവൈലബിൾ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ISLലെ ആദ്യ ഡെബ്യൂ മത്സരത്തിൽ തന്നെ അദ്ദേഹം അഥവാ കോറോ സിംഗ് എന്ന ആ ഒരു പ്ലെയർ ISLൽ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ആയിരുന്നു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ISLൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി അസിസ്റ്റ് നൽകിയതിന്റെ ഒരു റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി ചേർത്തിട്ടുള്ളത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും മികച്ച പെർഫോമൻസുകളാണ് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മജീഷ്യൻ അഡ്രിയാൻ ലൂണ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മാജിക്കൽ ടച്ചും മാജിക്കൽ ഗോളും കാണാൻ ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നിലവിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണയെ തീർച്ചയായിട്ടും ഒന്ന് ഫോം ആക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഉത്തരവാദിത്വം കൂടാതെ തന്നെ പരിശീലകന്റെ ഉത്തരവാദിത്വം കൂടിയാണ്.
ഇനി ഏതായാലും ചെന്നൈയിൻ എഫ്.സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെയും കണക്കുകൾ അഥവാ ഹെഡ് ടു ഹെഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ടും ഇരു ടീമുകൾ തമ്മിലും 22 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്നും 6 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി വിജയിച്ചപ്പോൾ 7 മത്സരങ്ങൾ ചെന്നൈയിൻ എഫ്.സിയാണ് വിജയിച്ചിട്ടുള്ളത്. ഇതിൽ 9 മത്സരങ്ങൾ സമനിലയായി അവസാനിച്ചിട്ടുമുണ്ട്. ഇനി ഏതായാലും ഈ ഒരു മത്സരങ്ങളിലെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി അടിച്ചു കൂട്ടിയിട്ടുള്ളത് 31 ഗോളുകളോളമാണ്. അതേസമയം ചെന്നൈയിൻ എഫ്.സി 29 ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ ഒരു 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെയും ചെന്നൈയിൻ എഫ്.സിയുടെയും കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും 8 മത്സരങ്ങൾ വീതമാണ് കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി ഈ ഒരു 8 മത്സരങ്ങളിൽ നിന്നും 12 ഗോളുകൾ സ്വന്തമാക്കിയപ്പോൾ 16 ഗോളുകളോളം ചെന്നൈയിൻ എഫ്.സി സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗോൾ കൺസീഡ് ചെയ്തതിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി 16 ഗോളുകളോളമാണ് വാങ്ങിയിട്ടുള്ളത്. അതേസമയം ചെന്നൈയിൻ എഫ്.സി ആണെങ്കിൽ വെറും 12 ഗോളുകളോളം മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ്.സി ആണ് ഒരു ചുവട് മുന്നിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ISLന്റെ പോയിന്റ് പട്ടിക ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 8 മത്സരങ്ങളിൽ ഇരു ടീമുകളും കളിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ എഫ്.സി ആണെങ്കിൽ ഈ 12 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണുള്ളത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്താണ്. 8 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് 8 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി ഉള്ളത്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നുള്ളത് ചെന്നൈയിൻ എഫ്.സിയുടെ കുറച്ച് താരങ്ങളുണ്ട്. അതെ, വിൽമർ ജോർദാനെയും കൂടാതെ തന്നെ ചീമയാണ് ഞാൻ ഇതിലൂടെ എടുത്തു പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ്.സിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് വിൽമർ ജോർദാൻ എന്ന ആ ഒരു താരം. ആ ഒരു താരത്തിന് ചെറിയ രീതിയിലുള്ള സ്പേസ് കിട്ടിയാൽ പോലും താരം ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ചീമ എന്നുള്ളതും. നുയന്ന് കയറിക്കൊണ്ട് ഗോൾ അടിക്കുന്നതിൽ ചീമ വളരെ പ്രശസ്തനും കൂടാതെ തന്നെ ബെസ്റ്റുമാണ്. ഏതായാലും ഈ 2 താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയും അവരെ മാർക്ക് ചെയ്ത് കളിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ചെന്നൈയിൻ എഫ്.സി നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ്.സി അവരുടെ അവസാന മത്സരം മുംബൈ സിറ്റി എഫ്.സിക്കെതിരായിക്കൊണ്ട് സമനില വാങ്ങിയിട്ടാണ് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സുമായി കളിക്കാൻ എത്തുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 2 ഗോളുകൾക്ക് ഹൈദരാബാദിനെ പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മത്സരം കളിക്കുവാൻ വരുന്നത്. ഏതായാലും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇരു ടീമുകൾക്കും വിജയം മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത്. ഇനി ഏതായാലും നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി ചെന്നൈയിൻ എഫ്.സിക്കെതിരായി കൊണ്ട് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ആണ്. ഏതായാലും ഈ ഒരു ലൈനപ്പ് 4-3-3 എന്ന ഫോർമേഷനിലാണ് ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ ഗോൾ വരക്കാക്കുവാൻ വേണ്ടി സത്യൻ സുരേഷിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ്, പ്രീതം കോട്ടാൽ, അലക്സാണ്ടർ കൊയ്ഫ്, നവോച്ച സിംഗ് എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. സെന്റർ ബാക്കുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും അലക്സാണ്ടർ കൊയ്ഫും പന്ത് തട്ടുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ റൈറ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് വിപിൻ മോഹനെയും കൂടാതെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ അഥവാ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് നമുക്ക് കോറോ സിംഗിനെ ആയിരിക്കും പരിഗണിക്കാൻ സാധിക്കുക. ഇനി മുന്നേറ്റ നിര അഥവാ ഫോർവേഡ് പൊസിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹ സദോയും കൂടാതെ തന്നെ റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് രാഹുൽ KPയും കളിക്കുമ്പോൾ സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് ജീസസ് ദിംനിസ് കളിക്കാനാണ് സാധ്യതയുള്ളത്. ജീസസ് ദിംനിസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ക്വാമി പെപ്രയും ചിലപ്പോൾ അണിനിരക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും കൂടുതൽ പോസിബിൾ ആയി നമുക്ക് തോന്നുന്നത് ജീസസ് ദിംനിസിനെ ആദ്യ 11-ൽ ഇറക്കിയേക്കും എന്നുള്ളതാണ്. ഏതായാലും ചെന്നൈയിൻ എഫ്.സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൂഷ്യൽ മാച്ച് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി ചെന്നൈയിൻ എഫ്.സിയുടെ അറ്റാക്കിംഗ് എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടുക എന്നുള്ളത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിൽമർ ജോർദാനെയും ചീമയും കൂടാതെ തന്നെ അവരുടെ ഫോർവേഡ് താരങ്ങളെല്ലാം തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും എങ്ങനെയും പിടിച്ചു കെട്ടിയാൽ മാത്രമായിരിക്കും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് സമനിലയിലോ അല്ലെങ്കിൽ വിജയിക്കാനോ സാധിക്കുക എന്നുള്ളത്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രീ മാച്ച് ടോക്കിലൂടെ എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടേതായ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിളായി തോന്നുന്ന ഒരു ലൈനപ്പും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതിലും പുതുപുത്തൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.